കേരളം കരകയറുന്നു. പ്രളയത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും കേരളം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക്. പ്രളയക്കെടുതിയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കുടുങ്ങിയവരെ കണ്ടെത്താനുള്ള അവസാന ശ്രമവും പുരോഗമിക്കുകയാണ്. ചെങ്ങന്നൂരിലെയും ചാലക്കുടിയിലെയും രക്ഷാപ്രവർത്തനം പൂർത്തിയായി. നെല്ലിയാമ്പതിയിൽ ഒറ്റപ്പെട്ടുപോയ രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ ഹെലികോപ്റ്റർ പുറപ്പെട്ടു. കുട്ടനാട്ടും ചെങ്ങന്നൂരിലെയും പുത്തൻവേലിക്കരയിലെയും ചില പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് സമീപം നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീണു. മഴ കുറഞ്ഞതോടെ സംസ്ഥാനത്തെ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ എല്ലാ സ്പിൽവേകളും അടച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തും. സംസ്ഥാനത്തെ ട്രെയിൻ സർവീസുകൾ സാധാരണ നിലയിലായി. പ്രളയക്കെടുതി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് സർവകക്ഷി യോഗം ചേരും. പ്രത്യേക മന്ത്രിസഭാ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ടുകൾ നൽകും. വി അരുണിൽ നിന്ന് നമുക്ക് മന്ത്രിസഭാ യോഗത്തിൻ്റെ വിശദാംശങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് എസ് വിനേഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നു. വിനേഷ്, അവിടെ വീട് തകർന്ന് വീണിട്ടുണ്ട് എന്ന ഒരു വാർത്ത ഇപ്പോൾ ഒടുവിലത്തെ വാർത്തയായിട്ട് വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, സിവിൽ സ്റ്റേഷനിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന 2 നില വീട് തകർന്നു വീണിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:30 സംഭവം. വൻ ശബ്ദം കേട്ട് സമീപവാസികളും വീട്ടുകാരും അടുത്തുള്ള ഇതിൻ്റെ ഇത് സുനീഷ് എന്ന് പറയുന്ന ആളുടെ വീടാണ്. ഇൻഡെക്സ് മോട്ടോഴ്സിലെ ജീവനക്കാരനായ സുനീഷിൻ്റെ വീടാണ്. സുനീഷിൻ്റെ തറവാട്ടിലുള്ളവരും അടുത്തുള്ളവരും എഴുന്നേറ്റപ്പോഴാണ് വീട് പൂർണ്ണമായും നിലംപൊത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മുൻഭാഗത്തുള്ള ഒരു സൺഷെയ്ഡ് മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം തന്നെ തകർന്നു വീണൊരു അവസ്ഥയാണ്. ഇത് സഹകരണ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ വായ്പ എടുത്തും അതുപോലെ തന്നെ ഭാര്യ വിജിയുടെ ആഭരണങ്ങൾ പണയപ്പെടുത്തിയൊക്കെ 4 വർഷം കൊണ്ടാണ് ഈ വീട് ഇത്രയൊക്കെ ഒരു സ്ട്രക്ചറിൽ മാത്രമാണ് ഇവർക്ക് ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ഇതിന്റെ ഫിനിഷിംഗ് ജോലികളെല്ലാം തന്നെയുണ്ട്. ഇതിനിടയിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് വീടിന്റെ ജോലിയും എല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിലായിരുന്നു. ഈ വീടും 2 ദിവസത്തോളം പൂർണ്ണമായും വെള്ളത്തിൽ, അല്ലെങ്കിൽ ഇതിന്റെ വീടിന്റെ പകുതി ഓളം വെള്ളത്തിലായിരുന്നു. ഇത് കൂടുതൽ കുതിർന്നതിന് ശേഷമാണ് ഇത് വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് തകർന്നു വീഴുകയായിരുന്നു. ഇതിന്റെ സമീപത്താണ് മോഹനൻ എന്ന് പറയുന്ന ഇതിന്റെ അയൽവാസി മോഹനന്റെ മകൾ അംബികയുടെ വീടുണ്ട്. ഇതും 2 നിലയാണ്. ഈ വീട് തകർന്ന്, അതായത് ഈ നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്ന് ഇതിന്റെ ഒരു ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. ആ ഭാഗത്തും ആ വീടും ആ മോഹനന്റെ മകൾ അംബികയുടെ വീടും ഇതിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. ഇവരോടും ഉടൻ തന്നെ ഇവിടുന്ന് മാറി താമസിക്കാൻ വേണ്ടി അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ സ്ഥലം സന്ദർശിക്കുമെന്നാണ് അറിയുന്നത്. ഈ പ്രദേശത്തുള്ള മറ്റ് ചില വീടുകളും ഇതുപോലെ വെള്ളക്കെട്ടിലായതിനാൽ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. പൊതുവെ കോഴിക്കോടിന്റെ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടിന്റെ ഒരു അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആകെ കുറച്ച് പേർ മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. 2280 പേരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. 40,000-ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ മലയോര മേഖലയിൽ, അതായത് താമരശ്ശേരി താലൂക്കിലെയും അതുപോലെ തന്നെ കൊയിലാണ്ടി മറ്റു ഭാഗങ്ങളിലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അല്ലാത്തവരെല്ലാം തന്നെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം വെള്ളം വലിഞ്ഞിട്ടുണ്ട്. 2-3 ദിവസമായി നല്ല വെയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികളും പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സനീഷ്, നന്ദി വിനേഷ് കുമാർ വിവരങ്ങൾക്ക്. കോഴിക്കോട് ഇപ്പോൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ വെറും 8,000-ഓളം ആളുകൾ മാത്രമേ ഉള്ളൂ. 40,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. 38,000 ആളുകൾ, 2,000-ഓളം ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 38,000-ഓളം ആളുകൾ തിരിച്ച് വീടുകളിലേക്ക് പോയിട്ടുണ്ട്. വീടുകൾ വൃത്തിയാക്കുക എന്നതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് അവിടെ ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ ആളുകളെ കാത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അക്കാര്യങ്ങളിലും സന്നദ്ധ സംഘടനകൾ, മറ്റ് സംഘങ്ങളൊക്കെ ചേർന്ന് ആളുകളെ വീടുകളിൽ വൃത്തിയാക്കാനടക്കമുള്ള കാര്യങ്ങൾ സഹായിക്കുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ്. രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായ സ്ഥിതിക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്കാണ് സംസ്ഥാനത്ത് എല്ലായിടത്തും കാര്യങ്ങൾ നീങ്ങുന്നത്. വി അരുൺ തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, മന്ത്രിസഭാ യോഗം ആരംഭിച്ചു കഴിഞ്ഞോ? വിവരങ്ങൾ എന്താണ്? മന്ത്രിസഭായോഗം പുരോഗമിക്കുകയാണ്. സനീഷ്, പ്രളയം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ ഇന്ന് ഏറെക്കുറെ പൂർണ്ണമാകും. അടുത്തത് ദുരിതാശ്വാസ പ്രവർത്തനമാണ്. അതിൻ്റെ നടപടികളാകും മന്ത്രിസഭായോഗം പ്രധാനമായും
ചർച്ച ചെയ്യുക. നിരവധി പേർ, ഒരു 10 ലക്ഷത്തോളം പേർ ഇപ്പോൾ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. ഇവർ വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവർക്ക് അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ സർക്കാർ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ക്യാമ്പുകളിൽ നല്ല ഭക്ഷണം, അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനമൊക്കെ ഉറപ്പാക്കി കഴിഞ്ഞു. വീടുകളിൽ മടങ്ങിയെത്തുന്നവർക്ക് വീടുകൾ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വീടുകൾ ഇപ്പോൾ തിരിച്ചെത്തിയാൽ പോലും, വെള്ളം ഇറങ്ങിയാൽ പോലും ദിവസങ്ങളോളം കഴിഞ്ഞ് മാത്രമേ വീടുകളിലേക്ക് അവർക്ക് പോകാൻ കഴിയൂ. അതിനു മുമ്പ് സന്നദ്ധ പ്രവർത്തകരുടെയും സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒക്കെ സഹകരണത്തോടു കൂടി വീടുകൾ ശുചിയാക്കണം. വീടുകളിൽ കുടിവെള്ള കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡ്രെയിനേജ് സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു. അതുപോലെ ജലവിതരണവും പുനഃസ്ഥാപിക്കണം. ഇത്തരം കാര്യങ്ങൾക്ക് ശേഷമേ ആളുകളെ വീട്ടിലേക്ക് എത്തിക്കാനാകൂ. അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. മറ്റൊന്ന്, പകർച്ചവ്യാധി ഭീഷണിയിലാണ് സംസ്ഥാനം ആകെയും. പ്രത്യേകിച്ചും ഇത്രയും വലിയ പ്രളയമുണ്ടായി. ജലം ഇറങ്ങിക്കഴിഞ്ഞാലും പകർച്ചവ്യാധി ഭീഷണിയുണ്ട്. അത് തടയാനുള്ള മുന്നൊരുക്കങ്ങൾ, അവിടെയെങ്കിലും രോഗങ്ങൾ ലോകലക്ഷണങ്ങൾ കണ്ടാൽ അത് പടരാതിരിക്കാനുള്ള മുൻകരുതലൊക്കെ സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളും മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്തിൻ്റെ ഈ പ്രളയമുണ്ടാക്കിയ ആകെ ദുരിതം, ആകെ നാശം മന്ത്രിസഭായോഗം ഒരുപക്ഷെ വിലയിരുത്തിയേക്കും. വെള്ളം പൂർണ്ണമായി ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയെന്ന് കൃത്യമായ നാശനഷ്ടങ്ങൾ അറിയാൻ കഴിയും. എങ്കിലും അത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. സർവകക്ഷി യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവതരിപ്പിക്കേണ്ടത്, സർക്കാരിൻ്റെ ഭാഗത്ത് എന്തൊക്കെ നടപടികൾ എടുക്കണമെന്ന കാര്യവും മന്ത്രിസഭാ യോഗത്തിൻ്റെ ചർച്ചയ്ക്ക് വരും. മറ്റൊരു പ്രധാന കാര്യമുള്ളത്, സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ഓണാവധി വെട്ടിച്ചുരുക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. തിരുവോണ ദിവസം മാത്രം അവധിയാക്കണമെന്ന അഭിപ്രായം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമുണ്ട്. അത് കഴിഞ്ഞ ദിവസം സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്തിരുന്നു. ഇന്ന് അക്കാര്യത്തിലും ഒരു അന്തിമ തീരുമാനമുണ്ടായിരിക്കും. സതീഷ്, അരുൺ, അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ ആകെ അതൃപ്തിക്ക് പാത്രമായ മന്ത്രി രാജു ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നടപടികളിലേക്ക് കേരളത്തിൻ്റെ ആകെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ സ്വാഭാവികമായിട്ടും അസംതൃപ്തി അദ്ദേഹത്തിന് എതിരെയുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുമോ മന്ത്രിസഭാ യോഗത്തിനകത്ത്? മന്ത്രി രാജു മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ചർച്ചയ്ക്ക് വരില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി തീരുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അതിർത്തി പരോക്ഷമായി എങ്കിലും പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. പാർട്ടി സെക്രട്ടറി കാനം രാജേന്ദ്രൻ ശക്തമായ വാക്കിൽ തന്നെ അദ്ദേഹം പോയത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഇന്നലെ എത്തിയ ഉടൻ തന്നെ അദ്ദേഹം രാജു കാനം രാജേന്ദ്രനെ പാർട്ടി ഓഫീസിൽ കാണുകയും ചെയ്തു. അത്തരം കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരില്ല. അത് പാർട്ടിയാണ് പിന്നീട് നടപടിയെടുക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ പാർട്ടിയിൽ മാത്രമേ ഉണ്ടാകൂ. മന്ത്രിസഭാ യോഗം ഒരു കാരണവശാലും അത്തരം വിഷയങ്ങളിലേക്ക് ചർച്ച പോകാനുള്ള സാധ്യത കുറവാണ്. അരുൺ, മറ്റൊരു കാര്യം, വൈകിട്ട് നടക്കുന്ന സർവകക്ഷി യോഗം, അതിനകത്ത് എല്ലാ പാർട്ടികളും സ്വാഭാവികമായിട്ടും പങ്കെടുക്കുമല്ലോ. ആ കാര്യത്തിനകത്തേക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മന്ത്രിസഭാ യോഗത്തിനകത്ത് തീരുമാനങ്ങൾ ഉണ്ടാകുമോ? ഈ പ്രളയ ദുരിതം മറികടക്കുക സർക്കാരിന് മാത്രം സാധിക്കുന്ന കാര്യമല്ല. അതിന് സർവ്വ തലങ്ങളിലുള്ള സഹായം സർക്കാർ തേടുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം നിന്നാൽ മാത്രമേ അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് പോകാനാവൂ. എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കേരളത്തിൻ്റെ പുനർനിർമ്മാണം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആ കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് പ്രതിപക്ഷത്തിൻ്റെ സഹകരണം കൂടി തീരൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം കൂടിയേ തീരൂ. പ്രതിപക്ഷത്തിൻ്റെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും അഭിപ്രായങ്ങളോട് പരിഗണിച്ചാവും ഏതൊക്കെ രീതിയിലാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത്. ദുരിതാശ്വാസത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് സർക്കാർ കടക്കുന്നു. അതിനും എല്ലാവരുടെയും പിന്തുണ സർക്കാരിന് ആവശ്യമാണ്. ഇതിന് മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് 210 കോടി രൂപയുടെ സഹായം മാത്രമാണ് ഇതുവരെ സർക്കാർ ലഭിച്ചിട്ടുള്ളത്. 160 കോടി രൂപ വാഗ്ദാനവും ലഭിച്ചിട്ടുണ്ട്. അതൊന്നും തികയില്ല. അതുകൊണ്ട് എല്ലാ തലത്തിലുമുള്ള സഹായം അഭ്യർത്ഥിക്കും സർവകക്ഷി യോഗത്തോടും മുഖ്യമന്ത്രി. എല്ലാവരും ഒരുമിച്ച് നിന്നൊരു കേരള പുനർനിർമ്മാണം വേണമെന്ന അഭിപ്രായമാണ് സർക്കാരിന്. അതിനുള്ള അവരുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുകയാണ് സർവകക്ഷി യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പിന്നെ ഏതൊക്കെ രീതിയിലുള്ള നടപടികളിലേക്ക് പോകാമെന്ന കാര്യവും സർവകക്ഷി യോഗത്തിൽ ചർച്ചയാവും. നന്ദി ബി അരുൺ വിവരങ്ങൾ നൽകിയതിന്. മന്ത്രിസഭാ യോഗം പ്രളയാനന്തര കാര്യങ്ങളിലേക്ക് എങ്ങനെ ഏർപ്പെടണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അതിനിർണായകമായുള്ള മന്ത്രിസഭാ യോഗം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് ബി അരുൺ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ സംസ്ഥാനത്തിൻ്റെ ആകെ ഈ കാലത്ത് ഏറ്റവും അതൃപ്തിക്ക് പാത്രമായ മന്ത്രി രാജു അടക്കമുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയായ CPIയും അദ്ദേഹത്തിന് മേലുള്ള അതൃപ്തി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അദ്ദേഹം അടക്കം പങ്കെടുക്കുകയാണ് യോഗത്തിനകത്ത്. പക്ഷേ മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്, അജണ്ടയാണുള്ളത്. ഈ കഷ്ടകാലത്തെ എങ്ങനെ കടന്നു മുന്നോട്ട് പോകണം, പ്രളയാനന്തര പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആസൂത്രണം ചെയ്യണമെന്നത് സംബന്ധിച്ചാണ്. വൈകിട്ട് സർവകക്ഷി യോഗവും കൂടെ ചേരുന്നുണ്ട്. ആ സർവകക്ഷി യോഗത്തിനകത്ത് സർക്കാർ വിശദീകരിക്കേണ്ടുന്ന കാര്യങ്ങൾ കൂടെ ഈ മന്ത്രിസഭാ യോഗത്തിനകത്ത് ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുത്തൻവേലിക്കരയിൽ നിന്ന്, എറണാകുളത്തെ പുത്തൻവേലിക്കരയിൽ നിന്ന് SS ശരണ്ടെ റിപ്പോർട്ടിലേക്ക്.
ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തൻവേലിക്കരയിലെ താഴഞ്ചിറ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇവിടെ നിന്ന് വെള്ളം പൂർണ്ണമായും തന്നെ ഇറങ്ങിയിട്ടില്ല. ഭൂരിഭാഗം താഴ്ന്ന പ്രദേശങ്ങളും അതിനാൽ തന്നെ വെള്ളത്തിനടിയിലാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നത് താഴഞ്ചിറയിലെ ഒരു വീടാണ്. അതായത് ഈ വീടിന് മുകളിൽ വരെ വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇവിടെ നിന്നും പൂർണ്ണമായും വെള്ളം ഇറങ്ങാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ചിലർ ഏർപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മറ്റ് പലർക്കും തന്നെ തിരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് തിരിച്ചെത്താനാകാത്ത ഒരു സാഹചര്യവുമുണ്ട്. ചിലരൊക്കെ ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനായി വീടുകളിലേക്ക് എത്തുന്നുമുണ്ട്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ തിരക്കാം. ചേട്ടാ, എപ്പോഴാണ് ഇവിടെ എത്തി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട്? രാവിലെയാണ് എത്താൻ പറ്റിയത്. ഇന്നലെ വന്നിട്ട് ഇവിടെ കയറാൻ പറ്റിയില്ല. മറ്റേ പെരയൊക്കെ മുങ്ങിക്കിടക്കുന്നതിൻ്റെ പേരിൽ ഇതിനകത്ത് കയറാൻ പറ്റിയില്ല. എന്നിട്ട് തിരിച്ചു പോകണത്. ഇന്ന് രാവിലെ വന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ആഗസ്റ്റ് 15 ഞാൻ ഇവിടുന്ന് പോകണം. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ഇന്നും ഉണ്ട്. ഇത്രയും വെള്ളം ഇതിന് സൺസൈഡിന് മുകളിൽ വെള്ളം വന്നു. അകത്തുള്ള സാധനങ്ങളെല്ലാം നശിച്ചു. TV, ഫ്രിഡ്ജ്, മറ്റ് സാധനങ്ങൾ, ഇലക്ട്രിക് സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതൊക്കെ നശിച്ചു. കിടക്ക, കട്ടിൽ ഇതൊക്കെ നശിച്ചിരിക്കുകയാണ്. ഈ ഇഴജന്തുക്കളുടെ ഭീഷണിയുണ്ടോ? കുറേശ്ശെയുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളം ഇത്ര പൊന്തിയതിൻ്റെ പേരിൽ അകത്ത് കാണുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലുണ്ടോ ഇല്ലെന്നുള്ളത് നോക്കിയിട്ടില്ല. ഞങ്ങൾ വന്നിട്ട് 1 മണിക്കൂർ ആയിട്ടുള്ളൂ. ഈ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ല. പിന്നെ കുറേ പേര് ബന്ധുക്കളുടെ വീട്ടിലോട്ട് കടന്നുപോയി. അപ്പോൾ അവിടെ ചേട്ടൻ്റെ വീട്, അവിടെ അവരുടെ ചേച്ചിയുടെ മോളുടെ വീട്ടിലോട്ട് പോയിരിക്കണം. അവരും എത്തിയില്ല. കുഞ്ഞു കുട്ടികളുള്ളതിൻ്റെ പേരിൽ അവരവിടെ താമസിക്കുകയാണ്. ഈ മറ്റു പ്രദേശങ്ങളിലെ സാഹചര്യം എങ്ങനെയാണ്? ദയനീയമാണ്. കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടായിപ്പോയി. കറണ്ട് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ പലരും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം വേറെ ക്യാമ്പിൽ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ആൾ വീട്ടിൽ തന്നെ കിടക്കുകയാണ്. എന്നിട്ട് പിന്നെ അവിടെ പോയി കണ്ട് തിരിച്ചു പോകണത്. ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എറണാകുളം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം തിരിച്ച് വീടുകളിലേക്ക് മടങ്ങാനാവാത്ത സാഹചര്യം, വെള്ളം താഴാത്തത് കൊണ്ട് തന്നെ. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം ഇഴജന്തുക്കളുടെ ഭീഷണിയാണ്. കാരണം വെള്ളത്തിലൂടെ ഒഴുകിയെത്തുന്ന ഇഴജന്തുക്കൾ വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായി ഒരു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ 3 ദിവസത്തിനിടെ 53 പേരാണ് പാമ്പ് കടിയേറ്റ് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയത്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അധികൃതരുടെ ഒരു കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് എത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. SS ശരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് MS അനീഷ് കുമാർ കൂടെ ചേരുന്നു നമ്മോടൊപ്പം. അനീഷ്, ചങ്ങനാശ്ശേരി ആ മേഖലയിലെ ഏറ്റവും വലിയ ദുരിതാശ്വാസ ക്യാമ്പുകളുള്ള ഇടമാണ്. അവിടുത്തെ വിവരങ്ങൾ എന്താണ്? സനീഷ്, കുട്ടനാട്ടിൽ നിന്ന് മാത്രം ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം 3 ലക്ഷത്തിൽ അടുത്ത് ആളുകളെയാണ് പുനരധിവാസ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിൽ ആലപ്പുഴ ജില്ലയ്ക്ക് പുറമെ ഏറ്റവും അധികം ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി. നമുക്കറിയാം, ഇന്നലെ വൈകുന്നേരം വരെ തെരച്ചിൽ നടത്തൂ, ഭക്ഷണ സാമഗ്രികൾ വിതരണം ചെയ്യൂ എന്നൊക്കെ അധികൃതർ വ്യക്തമാക്കിയെങ്കിലും ഇന്നും ആളുകൾ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടനാടിൻ്റെ വിവിധ മേഖലകളിൽ ചെറിയ തുരുത്തുകളിൽ അവശേഷിക്കുന്ന ആളുകളെ കൂടി കരയ്ക്കെത്തുന്നതിനുള്ള ഒരു നീക്കങ്ങളാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നും നിരവധി മത്സ്യബന്ധന വള്ളങ്ങളും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒപ്പം നേവിയുടെയും ഒക്കെ ആളുകൾ, ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ ആളുകൾ തെരച്ചിലിന് പോയിട്ടുണ്ട്. പ്രാദേശിക തലത്തിലെ യുവാക്കളടക്കമുള്ളവരാണ് ഇത്തരം സംഘങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ കൂടി ഉൾപ്പെട്ട സംഘമാണ് ഇപ്പോൾ വിവിധയിടങ്ങളിൽ നിന്നും ആളുകളെ വീണ്ടും തിരിച്ചെത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കുട്ടനാട്ടിലെ ഉൾനാടൻ മേഖലകളിൽ ഇപ്പോഴും ജലം ഒരു തരത്തിലും താഴ്ന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ജലനിരപ്പ് ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം കുറഞ്ഞെങ്കിലും ഈ ജലമെല്ലാം ഒഴുകിയെത്തുന്നത് കുട്ടനാട്ടിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലെ വെള്ളം കുറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ കാണാം, ഒരു സ്ട്രെച്ചസിൽ ഒരു വയോധികയെ കൊണ്ടുവരുന്ന രംഗങ്ങൾ. അതായത് ഇത്തരത്തിൽ നിരവധി പേരാണ് പല വീടുകളിൽ കുടുങ്ങിക്കിടന്നത്. ഇവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഏറെ ദുഷ്കരമായതുകൊണ്ടാണ് ഇവർ അത്തരത്തിൽ വീട്ടിൽ നിന്ന് പുറത്തു വരാതെ, അല്ല അവരുടെ ബന്ധുക്കൾ ഇവരെ കൊണ്ടുവരാതെ നിന്നിരുന്നത്. എന്തായാലും നമുക്ക് ഇത്തരത്തിൽ വരുന്ന ഒരാളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത്? മിത്രക്കരി. നിങ്ങൾ എന്താണ് ഇത്ര ദിവസം തിരിച്ചു വരാതെ? വെള്ളത്തിന്റെ മോളിൽ കയറിയിരുന്നു. ടെറസിലായിരുന്നു ഇരുന്നത്. എന്നിട്ട് ഭക്ഷണവും മറ്റു സാമഗ്രികളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നോ? വീട്ടിലെ വെള്ളമൊക്കെ കൊണ്ട് കഴിച്ചു. ഇവരൊക്കെ വരണമെന്ന് പറഞ്ഞായിരിക്കും. അതെ. നിങ്ങൾ എവിടാണ് വീട്? എവിടെയാണ്?
മിത്രക്കരി. എന്താണ് ഇത്ര ദിവസം നിങ്ങൾ പുറത്തേക്ക് വരാറുള്ളത്? അമ്മയ്ക്ക് വയ്യായിരുന്നു, കിടപ്പായിരുന്നു, കിടന്നോണ്ടായിരുന്നു മലമൂത്രമൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് അമ്മയും കൂടെ കൂട്ടി വരാനുള്ള ബുദ്ധിമുട്ട് പോലും. എങ്ങനെ ജീവിതം എങ്ങനെ ഭയങ്കര വെള്ളമാണോ വീട്ടിൽ? ഇപ്പോഴും വെള്ളം കഴിക്കാനോ കുടിക്കാനൊക്കെ വല്ലതും കിട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വില്ലേജിൽ നിന്നൊക്കെ കൊണ്ട് അരിയൊക്കെ തന്നായിരുന്നു. അത് തിരുനടം വരെയൊക്കെ ഞങ്ങൾ വെച്ച് കഴിച്ചവിടെ. ഇപ്പോഴും വരുന്ന വഴിക്ക് എങ്ങനെ വെള്ളം താഴുന്നുണ്ടോ? അതിന്റെ ലക്ഷണം വല്ലതും ഉണ്ടോ? ചെറുതായിട്ട് കുറച്ചായിട്ട് താഴുന്നുണ്ട്. എന്നാലും വെള്ളമുണ്ട് ഇപ്പോഴും. ശരിക്കും ഇപ്പോഴും വെള്ളമുണ്ട്. കരണ്ടും കക്കുസപ്പോനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. കരണ്ട് ഞങ്ങൾ 6 വീട്ടുകാരവിടെ ആയിരുന്നു. അവിടെ ഇപ്പം വെള്ളം കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ട്. വെട്ടവും ഇല്ല, വെള്ളവും ഇല്ല. കറണ്ടില്ല വന്നോണ്ടാ. ആഹാരം ഇല്ല, കുടിവെള്ളം ഇല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടാ കുടിക്കാൻ. കുടിവെള്ളം കിട്ടാനേ ഇല്ല. നേരത്തെ മഴയൊക്കെ പെയ്യുമ്പോൾ മഴവെള്ളം എടുക്കുമായിരുന്നു. വെള്ളം വെക്കഴിഞ്ഞാൽ മഴവെള്ളം എടുക്കാൻ പറ്റത്തില്ല നമുക്ക്. ചീഞ്ഞ വെള്ളത്തിൽ എല്ലാം ഉണ്ടാക്കുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പറ്റിപ്പോയത്. സനീഷ്, ഇത്തരത്തിൽ 6 കുടുംബങ്ങൾ ഒരിടത്ത് കഴിഞ്ഞു. അവരാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രായമായ ഒരു അമ്മയുണ്ട് ഈ കൂട്ടത്തിൽ. അമ്മയ്ക്ക് തീരെ വയ്യാതെ കിടക്കുകയായിരുന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് എത്തിക്കുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അവർ മഴ പെയ്ത ദിവസങ്ങളിൽ മഴവെള്ളമൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ മഴ കൂടി ശമിച്ചതോടുകൂടി മറ്റ് വെള്ളം പോലും എത്താൻ മാർഗമില്ലാത്ത സാഹചര്യത്തിലാണ് അവരിപ്പോൾ ബോട്ടുകളിൽ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇനിയും നിരവധി ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും അധികൃതരുടെ ഒരു വിലയിരുത്തൽ. സനീഷ്. എം എസ് സനീഷ് കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ ഇപ്പോഴും കുട്ടനാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലായനം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. പലയിടങ്ങളിൽ നിന്ന് അതിൽ ഒരാളോട് ചങ്ങനാശ്ശേരിയിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന ആ കൂട്ടത്തിലെ ഒരാളോട് എം എസ് സനീഷ് കുമാറിൻ്റെ ചോദ്യം എന്തുകൊണ്ട് ഇത്ര വൈകി എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വെള്ളത്തിന് മുകളിൽ കയറിയിരുന്നു എന്നാണ്. അതായത് വെള്ളത്തിൻ്റെ മുകളിലേക്കുള്ള കെട്ടിടത്തിൻ്റെ ഉയർഭാഗങ്ങളിൽ ഇരുന്ന് കാത്തിരുന്ന് ഇപ്പോൾ വെള്ളമൊരൽപ്പം താഴ്ന്നപ്പോൾ തിരിച്ച് കുട്ടനാട് സാധാരണ കണ്ടതിനേക്കാൾ വലിയ ദുരിതമാണ്, വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടതിന് ശേഷം തിരിച്ചു വരുന്ന ആളുകളെയാണ് കാണുന്നത്. ചങ്ങനാശ്ശേരിയിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ. നെല്ലിയാമ്പതിയിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു അവിടുത്തെ വിവരങ്ങളുമായി. പ്രസാദ്, അവിടെ ഇപ്പോഴും വിവിധയിടങ്ങളിൽ രോഗബാധിതരായ ആളുകളടക്കം ഉള്ളിൽ അകപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവരെ നാട്ടിലേക്ക് പുറത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇന്നും നടക്കുമോ? തുടങ്ങിയിട്ടുണ്ടോ? നെല്ലിയാമ്പതിയിലേക്ക് സഹായം എത്തിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ തുടരുന്നത്. അവിടെയുള്ള കിടപ്പ് രോഗികളെയും അടിയന്തരമായി ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ആളുകളെയും പാലക്കാട്ടേക്ക് കൊണ്ടുവരിക എന്നതിനുള്ള ദൗത്യമാണ് ഇപ്പോൾ റവന്യൂ അധികാരികളുടെ നേതൃത്വത്തിലെല്ലാം തന്നെ തുടരുന്നത്. 2 ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ നെല്ലിയാമ്പതിയിലേക്ക് പോയി. അവിടെ നിന്നും 2 പേര് അടിയന്തരമായി ചികിത്സാ ആവശ്യത്തിനായി അടിയന്തരമായി മാറ്റേണ്ടതുണ്ട് എന്ന റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹെലികോപ്റ്ററുകൾ പോയിട്ടുള്ളത്. പരമാവധി ആളുകളെ, കിടപ്പ് രോഗികളെയും അടിയന്തര ചികിത്സ ആവശ്യമുള്ള ആളുകളെയും എല്ലാം തന്നെ ആദ്യം നെല്ലിയാമ്പതിയിൽ നിന്നും പാലക്കാട്ടേക്ക് എത്തിക്കുക. അതിനുശേഷം മാറ്റേണ്ട മറ്റുള്ള ആളുകളെയും ആവശ്യമെങ്കിൽ മാറ്റുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ഇത് താൽക്കാലികമായി ഇന്നലത്തെ ശ്രമം നിർത്തിവെക്കുകയായിരുന്നു. ഇന്നും വീണ്ടും ഹെലികോപ്റ്ററിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള, പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കാലാവസ്ഥ ഇപ്പോൾ പാലക്കാട് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അല്പം തെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ നെല്ലിയാമ്പതിയിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി അവരെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 11 മണിയോടുകൂടി തന്നെ ആ രോഗികളെ ഇവിടെ എത്തിച്ച് അവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടരും. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. പ്രളയം തീർത്ത പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പഞ്ചവത്സര പദ്ധതിക്ക് തുല്യമായ നിർമ്മാണ പുനരുജ്ജീവന പദ്ധതികൾ വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. നാശനഷ്ടത്തിന് തുല്യമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനം പൂർണ്ണതയിലേക്ക് എത്തുന്നെന്നും ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. അവസാന ആളെയും സുരക്ഷിത സ്ഥാനത്തെത്തിക്കും വരെ രക്ഷാപ്രവർത്തനം തുടരും. ക്യാമ്പുകളിൽ ഉള്ളത് 10,78,073 പേർ. തിങ്കളാഴ്ച മാത്രം 6 മരണം. ആകെ മരണം 223. പ്രളയത്തിൽ തകർന്ന സംസ്ഥാന പുനർനിർമ്മാണം വൻ വെല്ലുവിളിയാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ 210 കോടി ലഭിച്ചു. എത്ര സഹായം ലഭിച്ചാലും മതിയാകാത്ത സ്ഥിതിയാണ്. അതിജീവിക്കാൻ താണ്ടേണ്ട വഴി ഇനിയും ഏറെയാണെന്ന് മുഖ്യമന്ത്രി. ഓൺലൈൻ വഴി ലഭിച്ച 45 കോടി രൂപ ഉൾപ്പെടെ 210 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചിട്ടുള്ളത്. 160 കോടിയുടെ വാഗ്ദാനവും ലഭിച്ചിട്ടുണ്ട്. ഇന്ന് അയക്കുന്നതിന് പല രീതികളുണ്ടല്ലോ. ഏത് രീതിയിൽ അയക്കുന്നതിനും
വ്യത്യസ്ത ബാങ്കുകളുടെയും മറ്റ് സംവിധാനങ്ങളുടെയും പേയ്മെന്റ് ഗേറ്റ്വേ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുരിതാശ്വാസ നിധി ശേഖരണത്തിലും ക്യാമ്പുകളിലും ചില തെറ്റായ പ്രവണതകൾ ഉയർന്നു വരുന്നു. ഇത് വച്ചുപൊറുപ്പിക്കില്ല. ഓണാഘോഷം ഒഴിവാക്കിയതുപോലെ എല്ലാ ആർഭാടങ്ങളും ഒഴിവാക്കണമെന്ന മുഖ്യമന്ത്രി. ദുരിതാശ്വാസത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് ശേഖരിക്കാൻ തെറ്റായ രീതികൾ സ്വീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദുരിതാശ്വാസത്തിനുള്ള ഫണ്ട് ശേഖരണമല്ല യഥാർത്ഥത്തിൽ. അപ്പം അത്തരം നടപടികൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ക്യാമ്പുകളിൽ കഴിയുന്നവർ തിരിച്ചെത്തും മുമ്പ് വീടുകൾ വൃത്തിയാക്കും. വൈദ്യുതി കണക്ഷനുകൾ പുനഃസ്ഥാപിക്കും. എല്ലാ ക്യാമ്പുകളിലും ഡോക്ടർമാരുടെ സേവനവും പാചകത്തിന് അടുക്കളയും സജ്ജമാക്കുമെന്നും മുഖ്യമന്ത്രി. ന്യൂസ് 18 തിരുവനന്തപുരം.